നമ്മിൽ നിന്ന് മരിച്ചുപോയ നാം സ്നേഹിച്ച, നമ്മെ സ്നേഹിച്ച മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമുക്ക് വേണ്ടപ്പെട്ട, നമ്മെ സഹായിച്ച് സഹകരിച്ച ആളുകൾ, അവരുടെയൊക്കെ ഖബറിടം അല്ലാഹു സ്വർഗത്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കൽ ഹൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമ്മെയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. നമസ്കാരവുമായി ബന്ധപ്പെട്ട ബഹുമാന്യരായ ജലീൽ റഹ്മാനി വാണിയന്നൂരിന്റെ വളരെ ഹൃദയസ്പൃക്കാകുന്ന ഒരു പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സദസ്സിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ മുഈൻ ഫൈദി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ 3 ദിവസമേ നടന്നിട്ടുള്ളൂ. ചില അസൗകര്യങ്ങളൊക്കെ കാരണം 2-3 ദിവസങ്ങൾ നടക്കാതെ പോയി. ഏതായാലും ഇൻഷാ അല്ലാഹ് കഴിവതും സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയും, അതോടൊപ്പം പറയരുത് എന്നാണെങ്കിലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. അല്പം ചില വായയുടെ അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഒഴിവാകുന്നു. ഇപ്പോഴും വേണ്ട രൂപത്തിൽ മുക്തമല്ല. എന്നാലും ഇൻഷാ അല്ലാഹ് ആവുന്നത്ര ശ്രമിച്ച് ക്ലാസ് എടുക്കാം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാനാണ് നിങ്ങൾ ഈ വിഷയം ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ തരുമാറാവട്ടെ. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായാലും നമുക്കിനി നോക്കേണ്ട ഭാഗം, ബഹുമാനപ്പെട്ട അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് അടുത്ത ഭാഗം ഒന്ന് ഓർമ്മയുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്യലേ, ഞാൻ വായിക്കാം, അപ്പൊ ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് എന്ന് പറഞ്ഞ് ഹംദ് എന്താണെന്ന് പറഞ്ഞാണ് നമ്മൾ വെച്ചത്. ഹംദ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തെ നാവ് കൊണ്ട് പ്രകീർത്തിക്കുന്നതിനാണ് ഹംദ് എന്ന് പറയുക. ഒരു നല്ല കാര്യം ചെയ്തതിന്റെ പേരിൽ നല്ല നിലയിൽ നാവ് കൊണ്ട് പ്രകീർത്തിക്കുന്നതിനാണ് ഹംദ് എന്ന് പറയുക എന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അതിനുശേഷം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്നല്ല, അധിക ഭൂരിഭാഗം ഗ്രന്ഥകാരന്മാരും അവരുടെ ഗ്രന്ഥങ്ങൾ ആരംഭിച്ചതൊക്കെയും നമ്മൾ പറഞ്ഞു ബിസ്മി, ഹംദ്, സ്വലാത്ത്, സലാം എന്നീ പ്രാരംഭ മുറകൾക്ക് ശേഷമാണ്. സ്വലാത്ത് ചൊല്ലിയപ്പോൾ എന്താണ് സ്വലാത്ത് എന്ന് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നമുക്കൊക്കെ അറിയാം, സ്വലാത്തും സലാമും നിത്യം അള്ളാന്റെ ഹബീബിന്റെ മേൽ ഉണ്ടാവട്ടെ എന്ന് പലപ്പോഴും പറയുകയും എഴുതുകയും ചെയ്യുന്നവരാണ് നമ്മൾ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പലവരു ചെല്ലുന്നവരാണ് നമ്മൾ. ഒരു ദിവസം 5 പ്രാവശ്യമെങ്കിലും 5 പ്രാവശ്യം നിർബന്ധമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിയിരിക്കണം എന്നതൊരു മുസൽമാന്റെ ബാധ്യതയാണ്. 5 വക്ത് നമസ്കാരങ്ങളിൽ 5 നേരം സ്വലാത്തും സലാമും നമ്മൾ ചൊല്ലുന്നുണ്ട് നിർബന്ധമായും. അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന സ്ഥലത്ത് സലാമും, അതുപോലെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന സ്ഥലത്ത് സ്വലാത്തും, ഇങ്ങനെ സ്വലാത്തും സലാമും ചൊല്ലണം 5 നേരം. ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും ഒരു മുസൽമാൻ ഒരു ദിവസം ചൊല്ലിയിരിക്കണം എന്ന നിർബന്ധ ബാധ്യതയാണ്. അപ്പോ ആ നിലക്ക് ആ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ മുഈനിലൂടെ പറയുന്നത്. വസ്സലാത്തു, സ്വലാത്ത്, വസ്സലാത്തു, സ്വലാത്ത്. സ്വലാത്ത് എന്ന പദത്തിന്റെ നേരെ അർത്ഥം പ്രാർത്ഥന എന്നാണ്. സ്വലാത്ത് എന്ന പദത്തിന്റെ നേരെയുള്ള അർത്ഥം പ്രാർത്ഥന എന്നാണ്. നമ്മുടെ ഫത്ഹുൽ മുഈനിൽ തന്നെ അത് വ്യക്തമായി വരും. എന്നാൽ ഇവിടെ അള്ളാന്റെ റസൂലിന്മേൽ സ്വലാത്ത് ചെയ്യണേ എന്ന് പറയുന്ന ഈ സ്വലാത്തിന്റെ അർത്ഥം വഹിയ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അടിവരയിട്ട ഭാഗം ശ്രദ്ധിക്കുക. വസ്സലാത്തു, അവിടെ നിന്നാണ് നമുക്ക് ഓതാനുള്ളത്. വസ്സലാത്തു, സ്വലാത്ത് എന്ന്. വസ്സലാത്തു, സ്വലാത്താകുന്നത്. വസ്സലാമു, സലാമുമാകുന്നത്. അലാ സയ്യിദിന മുഹമ്മദിൻ റസൂലില്ലാഹ്. ഇതാണ് മൂലഗ്രന്ഥമായ ഖുറത്തുൽ ഐനിന്റെ ഭാഗം. ആ ബ്രാക്കറ്റിലുള്ള ഭാഗം ശ്രദ്ധിക്കുക. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ റസൂലില്ലാഹ്. ഈ ബ്രാക്കറ്റിട്ട ഭാഗമാണ് മൂലഗ്രന്ഥമായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഖുറത്തുൽ ഐൻ എന്ന ഗ്രന്ഥം. വസ്സലാത്തു, സ്വലാത്ത്, വസ്സലാമു, സലാമും അലാ സയ്യിദിന മുഹമ്മദിൻ റസൂലില്ലാഹ്
അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ്, നമ്മുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. ഒരു പ്രാർത്ഥനയാണ്. ഇനി എന്താണ് സ്വലാത്ത്? വസ്സലാത്തു വഹിയ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മിനല്ലാഹ്, അള്ളാഹുവിന്റെ പക്കലിൽ നിന്ന് സ്വലാത്ത്. സ്വലാത്തിന് വ്യത്യസ്തങ്ങളായ മാനകൾ കാണുകയാണ്. മനുഷ്യർ, നമ്മളൊക്കെ അള്ളാന്റെ ഹബീബിന്മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വേറെ അർത്ഥം. അള്ളാഹു സ്വലാത്ത് ചെയ്യണം എന്നാണല്ലോ നമ്മൾ തേടുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹു സ്വലാത്ത് ചെയ്യട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നതൊരു പ്രാർത്ഥനയാണെന്നർത്ഥം. മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹു സ്വലാത്ത് ചെയ്യട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹു സ്വലാത്ത് ചെയ്യട്ടെ. എന്താ ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? വഹിയ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് സ്വലാത്ത് എന്ന് പറയുന്നത് അർ-റഹ്മ, കരുണയാണ്. അൽ മഖ്റൂനതു ബിത്തഅ്ളീം, ആദരവിനോട് അനുയോജ്യമായ അല്ലെങ്കിൽ ആദരവുമായി കൂടിക്കലർന്ന കരുണ. അർ-റഹ്മത്തു, കരുണയാണ്. വഹിയ, സ്വലാത്ത് എന്ന് പറയുന്നത് മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത്. അർ-റഹ്മ, അത് കരുണയാണ്. അപ്പൊ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മുഹമ്മദ് നബിയുടെ മേൽ റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് അർത്ഥം. അപ്പം പിന്നെ നമ്മൾ സാധാരണയിൽ റഹിമഹുല്ല എന്ന് പറയാറുണ്ട്, റളിയല്ലാഹു എന്ന് പറയാറുണ്ട്. പക്ഷേ ആ ഒരു സാധാരണ പ്രയോഗമല്ല ഇത്. ഇതിനൊരു പ്രത്യേകം, കാരണം അഷ്റഫുൽ ഖൽഖ് അസാധാരണ മനുഷ്യനാണ്. അതുകൊണ്ട് ആ സാധാരണ മനുഷ്യനും അതുപോലുള്ള അമ്പിയാക്കൾക്കൊക്കെയും പ്രത്യേകമായ ഒരു സ്വലാത്താണ് റഹ്മത്തിനൂടെ തേടാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചതാണ് ഈ ഒരു ശൈലി. സല്ലല്ലാഹ്, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അർ-റഹ്മ, അത് കരുണയാണ്. എങ്ങനെയുള്ള കരുണ? എല്ലാവർക്കും അള്ളാഹു കരുണ ചെയ്യുന്നു. അള്ളാഹുവിന്റെ കരുണ വിശാലമാണ്. എന്നാൽ പുണ്യനബിക്ക് അതുപോലുള്ള ഒരു കരുണ മതിയോ? പോരാ. അൽ മഖ്റൂനതു, അന്വരിക്കപ്പെട്ട അല്ലെങ്കിൽ ബന്ധിതമായ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കരുണ. ബിത്തഅ്ളീം, ആദരവിനോട്, ആദരവ്, വളരെ അനുയോജ്യമായ പുണ്യനബിയുടെ സ്ഥാനമാനങ്ങളോട് അനുയോജ്യമായ ഒരു കരുണ അള്ളാഹു ചെയ്യട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒറ്റയടിക്ക് അർത്ഥം വെച്ചാൽ പ്രവാചകരോട് അനുയോജ്യമായ കരുണ അള്ളാഹു ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹു കരുണ ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം. റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ റഹിമഹുല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ പൂർവികരായ മഹത്തുക്കളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ റഹിമഹുല്ലാ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയാറുണ്ട്. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ റഹിമഹുല്ല എന്നല്ല പറയാറ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നാണ്. പ്രത്യേകമായൊരു ഭാഷ തന്നെ, പ്രത്യേകമായൊരു പദം തന്നെ പുണ്യനബിക്ക് വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തിരിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അപ്പോ റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. വഹിയ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മിനല്ലാഹ്, അള്ളാഹുവിലേക്ക് അപേക്ഷിച്ച് അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് അർ-റഹ്മത്തു, അത് കരുണയാണ്. അൽ മഖ്റൂനത്തു, അന്വരിക്കപ്പെട്ട. ഖറന എന്ന് പറഞ്ഞാൽ അന്വരിക്കുക, യോജിക്കുക എന്നാണ് അർത്ഥം. ഖറന, യോജിക്കുക എന്നാണ്. അപ്പൊ അൽ മഖ്റൂനത്തു, ഖറന എന്ന് പറഞ്ഞാൽ യോജിക്കുക, അന്വരിക്കുക എന്ന പഴയ മലയാളത്തിൽ അന്വരിക്കുക എന്ന് പറയും. ചിലപ്പോൾ തിരിഞ്ഞോളുന്നില്ല. എന്തായാലും ശരിയായി നമുക്ക് ഇപ്പോൾ തിരിയുന്ന ഭാഷ ബന്ധിച്ചതായ, അനുബന്ധമായ, ബന്ധിച്ചു കിടക്കുന്ന. ബിത്തഅ്ളീം, ആദരവിനോട് ആദരിക്കുക. തഅ്ളീം, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നാണല്ലോ. അപ്പോ പറഞ്ഞു വന്നത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. ആദരവിനോട് ബന്ധിതമായ, ആദരവ് കലർന്ന കരുണ അള്ളാഹുവിന്റെ ഹബീബിന്മേൽ ഉണ്ടാവട്ടെ. ഇതാണ് സ്വലാത്തിന്റെ അർത്ഥം. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. റഹ്മത്ത് ചെയ്യട്ടെ, ആദരവുമായി കടന്ന, ആദരവുമായി ബന്ധിച്ച കരുണ അള്ളാഹുവിന്റെ മേൽ, റസൂലുള്ളാന്റെ മേൽ ഉണ്ടാവട്ടെ എന്നാണ് സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ സ്വലാത്തിന്റെ അർത്ഥം വേഗം എളുപ്പത്തിൽ മനസ്സിലായി. കരുണ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ കരുണയുണ്ടാവട്ടെ. അതുകൊണ്ടാ ചില ഉസ്താദുമാരൊക്കെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന അർത്ഥം വെക്കുമ്പോ മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹു സ്വലാത്ത് ചെയ്യട്ടെ എന്ന് ചൊല്ലും.
കാരണം സ്വലാത്ത് ചെല്ലട്ടെ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട നന്ദിദാറുസലാം അറബി കോളേജിന്റെ വിജയനായ പ്രിൻസിപ്പൽ ഉസ്താദ് മൂസക്കുട്ടി ഹസരത്ത് ഉസ്താദ് പറയലുണ്ട്, സല്ലല്ലാഹു അലാ മുഹമ്മദ് നബിയുടെ മേൽ അള്ളാഹു സ്വലാത്ത് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ അല്ല ഇങ്ങനെ പറയാണോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വലാത്ത് ചൊല്ലാന്ന് പറഞ്ഞ അതാണല്ലോ അർത്ഥം. അങ്ങനെയല്ലല്ലോ, മറിച്ച് സ്വലാത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ് അർത്ഥം. അപ്പൊ റഹ്മത്ത് ചെയ്യട്ടെ. വസ്സലാമു, സലാമും സ്വലാത്തും സലാമും മുഹമ്മദ് നബിയുടെ മേൽ ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. എന്താണ് സ്വലാത്ത് എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ മുഈനിലൂടെ പറഞ്ഞു. ഇനി എന്താണ് സലാം? വസ്സലാമു, സലാം. സലാം എന്ന് പറഞ്ഞ് നമുക്കൊക്കെ അറിയുന്ന അർത്ഥം അറിയാം. അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ. പരസ്പരം മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടുമ്പോ പറയേണ്ട വളരെ പുണ്യമുള്ളൊരു കർമ്മമാണല്ലോ സലാം പറയുക എന്നത്. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പുണ്യനബിയുടെ മേൽ സലാം ചൊല്ലുകയാണ്. എന്തിനാണ്? പുണ്യനബിക്ക് രക്ഷ. അതായത് സലാം കൊണ്ടുള്ള ഉദ്ദേശം അത്തസ്ലീം, രക്ഷപ്പെടുത്തലാണ്. മിൻ കുല്ലി ആഫ, എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തലാണ്. അപകടം, ആഫത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. ആഫത്ത്, ആഫാത്ത്, അപകടങ്ങൾ. ആഫത്ത് എന്ന് പറഞ്ഞ അപകടം, ആഫാത്ത് എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ. നമ്മൾക്കൊക്കെ പലപ്പോഴും അറിയുന്ന ഒരു മലയാളം പോലെയുള്ള ഒരു അറബിയാണ് ആഫത്ത്, അല്ലെ? ആഫത്ത്, മുസീബത്തുകൾ എന്ന് പറയും. രണ്ടും അറബിയാണ്. ആഫത്ത്, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. പുണ്യനബിക്ക് എന്ത് അപകടം വരാനാ? നമുക്ക് അപകടം എന്ന് പറയുമ്പോ അത് വാഹനാപകടം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടം, ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. പുണ്യനബിക്ക് എന്ത് അപകട കടന്നു വരാനുള്ളത്? പുണ്യനബിക്ക് അപകടം കടന്നു വരിക എന്ന് പറയുന്നത് പുണ്യനബിയുടെ അവിടുത്തെ പരിശുദ്ധമായ ദാത്തിനോട് അല്ലെങ്കിൽ അവിടുത്തെ പരിശുദ്ധമായ ശരീഅത്തിനോട് വിരുദ്ധമായ പ്രവർത്തനങ്ങളും പുണ്യനബിയെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ആ ശൈലിയൊന്നും ഉണ്ടാവരുത്. വത്തസ്ലീം മിൻ കുല്ലി ആഫ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണം. പുണ്യനബിയുടെ പരിശുദ്ധ മതത്തെ പുണ്യനബിയുടെ പ്രചരിപ്പിച്ച പരിശുദ്ധ ദീനിനെ ഒരിക്കലും അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത്. പുണ്യനബിയെയും അപകീർത്തിപ്പെടുത്തരുത്. മിൻ കുല്ലി ആഫ, എല്ലാ അപകടത്തിൽ നിന്നും. വനഖ്സിൻ, പോരായ്മയിൽ നിന്നും. പുണ്യനബിയുടെ മതം ശോഷിക്കരുത്. പുണ്യനബി പ്രചരിപ്പിച്ച മതത്തിന് കോട്ടം സംഭവിക്കരുത്. ആ മതത്തിന്റെ വാഹകരായി സഹായികളായി കാലങ്ങളോളം ഔലിയാ കടന്നു വരണം, ഉലമാ കടന്നു വരണം. ആ നിലയിൽ പുണ്യനബിയുടെ ശരീഅത്ത്, പുണ്യനബി പരിചയപ്പെടുത്തിയ ശരീഅത്ത് വികസിക്കണം. അല്ലാതെ അതൊന്നും പരാജയപ്പെട്ടു പോകരുത്. അപ്പൊ ആ നിലയുള്ള സലാം, അത്തസ്ലീം, രക്ഷപ്പെടുത്തൽ. മിൻ കുല്ലി ആഫ, എല്ലാ അപകടത്തിൽ നിന്നും. വനഖ്സിൻ, പോരായ്മയിൽ നിന്നും. നഖസ എന്ന് പറയാ ചുരുങ്ങുക എന്നാണ് അർത്ഥം, കുറയുക എന്ന് പറഞ്ഞാൽ പുണ്യനബിയുടെ പദവി എങ്ങനെയെങ്കിലും കുറയാൻ പറ്റില്ല. പുണ്യനബി റഫഅനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയെന്ന് അള്ളാഹു ഏറ്റെടുത്ത ആളാണ്. അതുകൊണ്ട് ആ പുണ്യനബിക്ക് വേണ്ടി പുണ്യനബിയുടെ പദവികൾ ഉയർന്നു കിട്ടാൻ നാൾക്കുനാൾ പുണ്യനബി പദവി വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അവിടുത്തെ കുറിച്ച് ആരിലും തെറ്റിദ്ധാരണകൾ പരത്തപ്പെടരുത്. ഏതർത്ഥത്തിലും പുണ്യനബിയുടെ സ്ഥാനമാനങ്ങളും അവിടുത്തെ ദാത്തു ശരീഫക്കുള്ള മഹത്വങ്ങളും എല്ലാം എക്കാലത്തും അംഗീകരിച്ചു കൊണ്ടുപോകണം. ആരതിനെ എതിർക്കാൻ കടന്നു വന്നാലും അതിനെ പ്രതിരോധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായി. പുണ്യനബിക്ക് സംരക്ഷണം നൽകണം. വസ്സലാത്തു വസ്സലാം, അതാണ് ഇസ്ലാം. അത്തസ്ലീമു മിൻ കുല്ലി ആഫത്തിൻ വനഖസ്, അവിടുത്തെ ഉന്നതമായ ഉഖ്റവിയായ പദവി നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു നൽകുമെന്നേറ്റതാണ്. പക്ഷേ നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ നേതാവിനോട് നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണത്. കാരണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളേറെ സ്നേഹിക്കാൻ കടമപ്പെട്ട ആളാണ്. ആ പുണ്യനബിയുടെ പദവി ഉയരേണ്ടത് നമ്മുടെ ഒരാഗ്രഹമാണ്. എന്റെ നേതാവ് ഉന്നതങ്ങളിൽ വാഴാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കണം. പുണ്യനബിക്ക് അള്ളാഹു ചെയ്ത വാഗ്ദാനമാണെങ്കിൽ കൂടി നമുക്കും ആ വാഗ്ദാനത്തിന്റെ ഉള്ളിൽപ്പെടണമെങ്കിൽ ഈ വാഗ്ദാനത്തോടൊപ്പം ചെയ്യണം. അതുകൊണ്ടാണല്ലോ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 കരുണ ചെയ്യുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. പുണ്യനബിയുടെ മേൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി രക്ഷകനായി കടന്നു വരുന്നത് അള്ളാഹുവാണ്, അല്ലേ? എന്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശ്റ, അവന്റെ മേൽ അള്ളാഹു 10 സ്വലാത്ത് ചെയ്യും, 10 കരുണ ചെയ്യുമെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദരിക്കേണ്ട, നമ്മളേറെ സ്നേഹിക്കേണ്ട ഒരു വ്യക്തിത്വത്തെ, ഒരു മഹാനായ പ്രവാചകനെ നമ്മൾ പുകഴ്ത്തും തോറും സ്വലാത്ത് എന്ന് പറഞ്ഞാലും പുണ്യനബിക്കുള്ളൊരു പ്രകീർത്തനമാണെന്ന് വേണമെങ്കിൽ പറയാം.
ഒരു പോരായ്മയും ഒരു അപകടവും എന്റെ നബിക്ക് നീ വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ ബഹുമാന്യരായ നേതാക്കൾക്കൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളോ രോഗങ്ങളൊക്കെ വരുമ്പോ നമ്മളൊക്കെ ദുആ ചെയ്യും, കൂട്ടുപ്രാർത്ഥനകൾ സംഘടിപ്പിക്കും. എന്തിനാണത്? നമ്മുടെ നേതാവ് ഒരിക്കലും വിഷമിക്കരുത്, പ്രയാസപ്പെടരുത് നമുക്ക് വലിയ ആഗ്രഹമാണ്. എങ്കിൽ നമ്മുടെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിടങ്ങളിലാകുമ്പോ അവിടത്തേക്ക് ഒരിക്കലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവരുത്. അവിടത്തേക്കുള്ള പ്രയാസം എന്ന് പറയുന്നത് ഖബറിൽ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നല്ല, മറിച്ച് അവിടുത്തെ പരിശുദ്ധ ശരീഅ, അവിടുന്ന് വികസിപ്പിച്ചെടുത്ത, അവിടുന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് കോട്ടങ്ങൾ സംഭവിക്കരുത്. അവിടുത്തെ ദാത്തു ഷരീഫക്കും അവിടുത്തെ പരിശുദ്ധമായ ഫളായിലുകളും ഒന്നും ഒരു കാലത്തും അവഹേളിക്കപ്പെടരുത്. അവിടുത്തെ കുടുംബം പ്രയാസപ്പെടരുത്. ഈ ഒരർത്ഥത്തിലൊക്കെയും സലാം, വസ്സലാത്തു വസ്സലാം, അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. വസ്സലാത്തു, അള്ളാഹുവിന്റെ പ്രത്യേകമായ കരുണ, പ്രവാചകരുടെ ബഹുമാനവുമായി ബന്ധിതമായ വളരെ വളരെ മഹത്വമുള്ള കരുണയും, വസ്സലാമു, പ്രവാചകർക്കുള്ള സർവ്വ അപകടങ്ങളെ തൊട്ടുമുള്ള രക്ഷയും, അലാ സയ്യിദിനാ മുഹമ്മദ്, അലാ സയ്യിദിനാ മുഹമ്മദ്, നമ്മുടെ നേതാവ് മുഹമ്മദ് നബിയുടെ മേൽ ഉണ്ടാവട്ടെ. ഇതൊരു പ്രാർത്ഥനയാണ്. അലാ സയ്യിദിനാ മുഹമ്മദ്, നമ്മുടെ നേതാവിന്മേൽ ഉണ്ടാവട്ടെ. സയ്യിദ്, നമ്മുടെ നേതാവ്, മുഹമ്മദിൻ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബിയുടെ മേൽ ഉണ്ടാവട്ടെ. ഇതാണ് ലികാഫത്തി സഖലൈൻ, അവിടെ അതിന് ചേർത്ത് കൊടുക്കുന്ന കാണാം. അപ്പൊ എന്താണ് സ്വലാത്ത്, എന്താണ് സലാം എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തി. ഇതിനൊക്കെ വലിയ മാനകളും ഒരുപാട് ചർച്ചകളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോ അത് മുഖേന പുണ്യനബിക്ക് ഉപകാരമുണ്ടോ എന്നൊക്കെ ചർച്ചകൾ പണ്ഡിതന്മാര് നടത്തിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. അതോടൊപ്പം തന്നെ സ്വലാത്തും സലാമും ഒന്നിച്ചു ചെല്ലണമെന്നാണ്, സ്വലാത്ത് സലാം രണ്ടും ഒന്നിച്ചു ചെല്ലണമെന്നാണ് ഒരു പൊതുധാര. കാരണം സ്വലാത്ത് മാത്രാവരുത്. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നബിയുടെ മേൽ സ്വലാത്തും സലാമും ചെല്ലണേ എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി സ്വലാത്തും സലാമും ഒന്നിച്ചു ചെല്ലണം. അതുകൊണ്ട് ആ സ്വലാത്തും സലാമും പലയിടത്തും ഒന്നിച്ചു കടന്നു വരും. ഖുതുബയിലൊക്കെ സല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദ്. ഖുതുബയിൽ ഒന്നാമത്തെ ഒരു നിബന്ധന ഹംദ് പറയലാണെങ്കിൽ രണ്ടാമത്തത് പുണ്യനബിയുടെ മേലുള്ള സ്വലാത്താണ്. കൂട്ടത്തിൽ സലാമും ചെല്ലൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താ? സ്വലാത്തും സലാമും ഒന്നിച്ചു വരണം. ഇനി ചില അള്ളാന്റെ ഹബീബ് തന്നെ പരിചയപ്പെടുത്തിയ ചില ദിക്റുകളിൽ, ചില സ്വലാത്തുകളിൽ സ്വലാത്ത് മാത്രമേ ഉള്ളൂ, അവിടെ സലാം ഇല്ല, അല്ലെങ്കിൽ സലാം മാത്രമേ ഉള്ളൂ, സ്വലാത്തില്ല. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ മാത്രം കറാഹത്ത് വരില്ല, മറ്റു സ്ഥലങ്ങളിലൊക്കെയും കറാഹത്ത് വരും. അതുകൊണ്ട് തന്നെ ചെല്ലുമ്പോൾ സ്വലാത്തും സലാമും ഒന്നിച്ച് ചെല്ലാൻ ശ്രദ്ധിക്കണം. ചിലരൊക്കെ ദുആ ചെയ്യുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട ചില സാധാരണക്കാരൊക്കെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മുഹമ്മദ് എന്ന് ചിലപ്പോൾ ചെല്ലുന്ന ദുആ ചെയ്യുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ ഇവിടെ സലാം ഒഴിവായി പോയിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നോ, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം എന്നോ പറയണം. സ്വലാത്തും സലാമും കടന്നു വരണം. സ്വലാത്തും സലാമും ഒന്നിച്ചു കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കൽപ്പനയുള്ളത് പ്രത്യേകിച്ച് അങ്ങനെയുമാണ്. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതുകൊണ്ടാണ് സ്വലാത്തും സലാമും കടന്നു വന്നു. ഇനി അവിടെ പറഞ്ഞു അലാ മുഹമ്മദിൻ, അലാ സയ്യിദിനാ മുഹമ്മദിൻ, നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സയ്യിദാണ്, നമ്മുടെ നേതാവ്. ചിലര് പറയും അങ്ങനെ നേതാവ് ഒന്നും പറയാൻ പറ്റൂല. എന്താണ് നേതാവ് എന്ന് പറഞ്ഞാൽ? സയ്യിദ് നമ്മുടെ നേതാവാണ്, നമ്മുടെ നേതാവാണ്. അന സയ്യിദു വൽദി ആദം എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. പിന്നെന്താ, നമുക്ക് നേതാവ് എന്നല്ലേ. അലാ സയ്യിദിനാ, നമ്മുടെ നേതാവിന്മേലുണ്ടാവട്ടെ, നമ്മുടെ നേതാവാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ ഖൂമൂ ലിസയ്യിദിക്കും എന്ന് തന്റെ അൻസാറുകളായ സഹാബികളോട് പറഞ്ഞത് ഹദീസുകളിലൊക്കെയും കാണാം. നിങ്ങളുടെ നേതാവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൂ എന്ന്.
അതുകൊണ്ട് നമ്മുടെ നേതാവാണ് പുണ്യ നബി. നമുക്ക് സ്വലാത്ത് സയ്യിദ് കൂട്ടിച്ചൊല്ലണം. പൊതുവെ പറ്റുമ്പോഴൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെയും സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം എന്ന് പറയും. ചിലരെങ്കിലും എതിർക്കാൻ മുന്നോട്ട് വരും. എതിർക്കേണ്ടതില്ല. കാരണം പുണ്യ നബിയുടെ നാമം കേൾക്കുമ്പോൾ ഒരു സയ്യിദ് ചേർത്ത് കൊടുക്കുന്ന നല്ലതല്ലേ, കുഴപ്പമില്ലല്ലോ. അതുപോലെ നമ്മൾ അത്തഹിയാത്തിൽ ചെല്ലുന്ന ഒരു ദിക്റുണ്ട്. അത്തഹിയാത്തിൽ നമുക്ക് സുന്നത്തായ ദിക്ർ സ്വലാത്താണല്ലോ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. ഈ ദിക്റുകളിലൊക്കെയും സയ്യിദ് ചേർത്ത് കൊടുക്കൽ നല്ല കാര്യമാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ സയ്യിദിന ഇബ്രാഹീമ വഅലാ ആലി സയ്യിദിന ഇബ്രാഹീം. സയ്യിദ് ചേർത്ത് കൊടുക്കുന്ന നല്ല കാര്യമാണ്. അതിന് നമ്മുടെ മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പ്രത്യേകം ഒരു പക്ഷേ എന്നല്ല പല മഹാന്മാരും കിതാബുകളുടെ ആമുഖത്തിലൊക്കെ ഇത് ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് കൊണ്ടുവരാറ്, അലാ സയ്യിദിന മുഹമ്മദിൻ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അലാ മുഹമ്മദിൻ. പക്ഷെ അതൊരു മഹത്തുക്കളുള്ള പേര് കേൾക്കുമ്പോൾ നമ്മളൊരു നോട്ടീസ് അടിക്കുമ്പോൾ തന്നെ ചിലരുടെയൊക്കെ എല്ലാവരുടെയും പേരിന് ബഹു എന്നിങ്ങനെ എഴുതിട്ട് കൊടുക്കും. എന്തിനാ? ഒരാദരവിനെ സൂചിപ്പിക്കാൻ. വെറും ഇന്നയാൾ പ്രസംഗിക്കുന്ന നമ്മൾ കൊടുക്കൂല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന എന്നൊക്കെയാണ് നമ്മൾ കൊടുക്കുക. സാധാരണക്കാരാണെങ്കിൽ പോലും ബഹു എന്നോ അല്ലെങ്കിൽ സാഹിബ് എന്നോ എന്തെങ്കിലും എഴുതി ഒരു ആദരവിനെ ചോദിപ്പിക്കും. അത് വേണം, ഒരാദരവാണല്ലോ. അപ്പൊ അലാ സയ്യിദിന, നമ്മുടെ നേതാവിന്മേലുണ്ടാവട്ടെ, മുഹമ്മദിർ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറഞ്ഞപ്പോ ആരിലേക്കുള്ള ദൂതൻ? അതൊരു ചോദ്യമാണ്. ദൂതൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളിലേക്ക് അയക്കുന്നതിന് ആ ദൂതൻ എന്ന് പറയാം. ഞാൻ ബഹുമാനപ്പെട്ട നൂർ ഫൈസ് ഉസ്താദിന്റെ അരികിലേക്ക് ഒരാളെ അയച്ചാൽ അയാൾ എന്റെ ദൂതനാണ്. പക്ഷേ ഇവിടെ അള്ളാഹുവിന്റെ ദൂതനാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് അല്ലെങ്കിൽ ആരിലേക്കാണോ അള്ളാഹു അയച്ച ദൂതന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരിലേക്കാണ് അയച്ചത്? ഞാൻ നൂർ ഫൈസ് ഉസ്താദിലേക്ക് അയച്ചാൽ ഞാൻ അയച്ചു ഒരാളെ, ബഹുമാനപ്പെട്ട വേണമെങ്കിൽ അടുത്ത ബഹുമാനപ്പെട്ട യാസിർ മൊയ്തുട്ടി അയച്ചു. ആരിലേക്ക്? നൂർ ഫൈസി ഉസ്താദിലേക്ക്. അപ്പോൾ യാസിർ മൊയ്തുട്ടിയാണ് ദൂതൻ, അയക്കപ്പെട്ടത് നൂർ ഫൈസി ഉസ്താദാണ്. എങ്കിൽ ഇവിടെ അള്ളാഹുവാണ് അയച്ചവർ, അയക്കപ്പെട്ടവർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആരിലേക്കാണ് അയക്കപ്പെട്ടത്? ലികാഫത്തി സഖലൈൻ, രണ്ട് ഭാരമേറിയ വിഭാഗത്തിൽ സർവരിലേക്കും. കാഫത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം, എല്ലാവരും എന്നാണ് അർത്ഥം. കാഫത്ത് ലികാഫത്തി സാദാത്തിന എന്ന് നമ്മുടെ ഹദ്ദാദിൽ ചെല്ലാറുണ്ട്. സർവ സാദാത്തുകളിലേക്കും നേതാക്കളിലേക്കും. ലികാഫത്തി സഖലൈൻ, അള്ളാഹുവിന്റെ ദൂതനാണ്. ആരിലേക്ക്? ലികാഫത്തി സഖലൈൻ, രണ്ടു ഭാരമേറിയ വിഭാഗത്തിൽ സർവരിലേക്കും. ഏതാ ഈ രണ്ടു ഭാരമേറിയ വിഭാഗം? അൽ ജിന്നി വൽ ഇൻസ്, ജിന്ന് ഇൻസ്, സർവ ജിന്നുകളിലേക്കും സർവ ഇൻസുകളിലേക്കും അള്ളാഹുവിന്റെ ദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാരിലേക്കും. ഇനി ഒരു പ്രവാചകൻ കടന്നു വരാനില്ല. എല്ലാ പ്രവാചകന്മാരും എന്ന് മാത്രമല്ല മറ്റു പ്രവാചകന്മാരെയൊക്കെയും നിയോഗിക്കുമ്പോൾ അവരോടൊക്കെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രബോധകത്വം നടന്നുകൊണ്ടിരിക്കവേ നിങ്ങൾക്ക് ഒരു പ്രവാചകൻ കടന്നു വരികയാണെങ്കിൽ ആ പ്രവാചകനെ നിങ്ങൾ അനുസരിച്ചോളണം, അദ്ദേഹത്തിന് സഹായങ്ങളായി നിന്നോളണം എന്നുവരെ എന്ന് ധ്വനിപ്പിക്കുന്ന വാക്കുകൾ പോലും ഖുർആനിലും മറ്റും നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സർവ്വജനങ്ങളിലേക്കുമുള്ള ദൂതനാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഐ അൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളുടെയും പ്രവാചകനാണ്, ഇൻസിന്റെയും പ്രവാചകനാണ്. ജിന്നിലേക്കും ഇൻസിലേക്കും അള്ളാഹുവിന്റെ ദൂതനാണ്. ഇജ്മാഅൻ, ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. ജിന്നുകളുടെയും മനുഷ്യരുടെയും പ്രവാചകനാണെന്നതിൽ ഒരു തർക്കവും ഇല്ല. ഇജ്മാഅൻ, ഒരാൾക്കും തർക്കമില്ല. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളൊക്കെയും ഒരു വിഷയത്തിൽ ഏകോപിക്കുന്നതിനാണ് ഇജ്മാ എന്ന് പറയാം. അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരു വിഷയത്തിൽ മുജ്തഹിദുകൾ സ്വഹാബികളൊക്കെ ഏകോപിക്കുന്നതിനാണ് ഇജ്മാ എന്ന് പറയുക. സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, ഇജ്മാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്ഹബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമാണ് ഇജ്മാ എന്ന് പറയുന്നത്. ഇജ്മാ വലിയ തെളിവാണ്. പല വിഷയങ്ങൾക്കും ഏറ്റവും പ്രധാനമായ തെളിവ് അത് ഇജ്മാ ആണ്. ഒരു കാലത്തെ മുജ്തഹിദുകളൊക്കെയും ഒരു വിഷയത്തിൽ ഏകാഭിപ്രായം പ്രകടിപ്പിച്ചാൽ ഇജ്മാഇനെ പൊളിച്ചു കളയുന്നവൻ ഫാസിഖാണെന്നും കുഫറിലേക്ക് എത്തിച്ചേരുമെന്ന് വരെ പണ്ഡിതന്മാര് പറഞ്ഞിട്ട് കാണാം.
അതുകൊണ്ട് തർക്കരഹിതമായ രൂപത്തിലൂടെ കടന്നു വരുന്ന ആശയങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വളരെ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നർത്ഥം. കാരണം ഇക്കണ്ട ആലിമീങ്ങളും ഇക്കണ്ട സാദാത്യങ്ങളും ഒക്കെ ഈ വിഷയത്തെ ഇങ്ങനെ സമീപിച്ചപ്പോ, ഇതിനെതിരിൽ ഒരാൾ സമീപിക്കുമ്പോ അയാൾ ഒരു പുത്തൻവാദിയായി മാറുന്നതപ്പോഴാണ്. അതുകൊണ്ട് ഇജ്മാൻ ജിന്ന് ഇൻസുകളിലേക്ക് അയക്കപ്പെട്ടവരാണ് പുണ്യ നബി എന്ന് പറയുമ്പോ ചിലർക്കുള്ള സംശയം ജിന്ന് എന്ന് പറഞ്ഞ വിഭാഗം തന്നെ ഇല്ല എന്നാണ്. ആലോചിക്കണം നമ്മൾ, എത്ര ഗൗരവമുള്ള വിഷയം. ജിന്ന് ഇൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഇല്ല എന്ന ചിലരുടെ വാദം. നമ്മൾ പറയുന്നു ജിന്നും ഇൻസും ഉണ്ട്, ജിന്നും ഇൻസിലേക്കും നിയുക്തരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അല്ലെ. സൂറത്തുൽ ജിന്നിലൂടെ ചില മുസ്ലിമീങ്ങളായ ജിന്നുകൾ ഇങ്ങനെ പുണ്യനബിയുടെ ഖുർആനത്ത് കേട്ടപ്പോ അവരൊക്കെയും കടന്നു വന്ന് ശ്രവിക്കുകയും പുണ്യനബി അവർക്ക് വേണ്ടി ഒരുങ്ങിപ്പോവുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെയും ചരിത്രങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ധാരാളം കാണാൻ പറ്റും. സൂറത്തുൽ ജിന്ന് എന്ന് പറഞ്ഞ തന്നെ ഒരു ആയത്തുണ്ട്. അതിന് ബാക്ടീരിയ എന്നായിരിക്കും ചിലപ്പോ ചിലർ അർത്ഥം വെക്കുക. അള്ളാഹു കാക്കുമാറാവട്ടെ. എടുക്കാനും വെക്കാനും ഇല്ലാത്ത രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഏതായാലും ഇജ്മാഅൻ ഏകാഭിപ്രായമാണ്, ജിന്നിലേക്കും ഇൻസിലേക്കും അയക്കപ്പെട്ടവരാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോ, ജിന്ന് ഇൻസിലേക്ക് മാത്രമല്ല, ജിന്ന് ഇൻസിലേക്ക് മാത്രമല്ല, മലക്കുകളുടെയും പ്രവാചകനാണ്, മലക്കുകളുടെയും റസൂലാണ്. അല വക്കദ എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വകദ ഇപ്രകാരം തന്നെ അൽ മലായിക. കദ എന്ന് പറഞ്ഞാൽ അറബ് ഭാഷയിലെ കാഫ് എല്ലാവർക്കും അറിയുന്ന അർത്ഥമായിരിക്കും പോലെ എന്നാണ്. റ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഹാദ എന്നൊക്കെ പറയുന്നു, ഇത്. അതിന്റെ ഒരു മറ്റൊരു ശൈലിയാണ് റ ഇത്, റ ഇത്. വകദ ഇതുപോലെ തന്നെ. ഏതുപോലെ ജിന്ന് ഇൻസ് വർഗത്തിലേക്ക് പ്രവാചകൻ നിയുക്തനായതുപോലെ തന്നെ ആണ് അൽ മലായിക മലക്കുകളിലേക്കും. അലാമാ ഖാലഹു ജംഉ മുഹഖിഖൂൻ. ഒരുപാട് സസൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ പറഞ്ഞത് അഭിപ്രായമനുസരിച്ച് ഒരുപറ്റം വലിയ സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു മലക്കുകളിലേക്കും ദൂതനാണ്. മലക്കുകൾക്ക് പ്രത്യേകമായി കൽപ്പനകളൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് മലക്കുകൾക്ക് ദൂതൻ? അല്ല, മലക്കുകൾക്ക് അങ്ങനെ ഒരു കൽപ്പനയ്ക്കു വേണ്ടിയല്ല, മറിച്ച് പുണ്യനബി അവർക്കും ഒരു ആദരവ് കിട്ടാൻ, പുണ്യനബിയുടെ അനുയായിയാണ് ഞങ്ങൾ എന്ന് പറയാൻ മലക്കുകൾക്കും സാധിക്കാൻ വേണ്ടി മലക്കുകളുടെയും ദൂതനാണ്. അലാമാ ഖാലഹു ജംഉ മുഹഖിഖൂൻ. സൂക്ഷ്മാലുക്കളായ ഒരുപറ്റം പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായമനുസരിച്ച് മലക്കുകളും ഇപ്രകാരം തന്നെ. വകദ ജിന്ന് ഇൻസിലേക്ക് പ്രവാചകൻ നിയുക്തനായതുപോലെ മലക്കുകളിലേക്കും നിയുക്തനാണ്. അലാമാ ഖാലഹു ഒലാമാ ഒരഭിപ്രായമനുസരിച്ച് ഖാലഹു ആ അഭിപ്രായത്തെ പറഞ്ഞിരിക്കുന്നു ജംഉ മുഹഖിഖൂൻ മുഹഖിഖീങ്ങളായ ഒരു വിഭാഗം. എന്ന് പറഞ്ഞാൽ മുഹഖിഖ് നമ്മൾ പറയും ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ എന്ന് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയാറുണ്ട്. ഓരോ വിഷയത്തെയും തെളിവ് മുഖേന സമർത്ഥിക്കുന്ന ആളുകൾക്കാണ് മുഹഖിഖ് എന്ന് പറയുക. ഓരോ വിഷയത്തിന്റെയും അതിന്റെ സമർത്ഥമായ സലക്ഷ്യം സമർത്ഥമായി അവതരിപ്പിക്കുന്ന ആളുകൾക്കാണ് മുഹഖിഖ് എന്ന് പറയുക. എന്ന് പറഞ്ഞ വെറുതെ ഉള്ള ഒരു വിഭാഗം ആൾക്കാരല്ല, വളരെ വിഷയത്തിലൊക്കെ ഘനഘനമായി പഠനനിരതരായ ആളുകൾ പറഞ്ഞു മലക്കുകളിലേക്ക് മയക്കപ്പെട്ടിട്ടുണ്ട്. മലക്കുകൾക്ക് എന്തിനാണ് പ്രവാചകൻ? മലക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞത് ചെയ്യുകയും അള്ളാഹു വിരോധിച്ചൊക്കെ അള്ളാഹു പറഞ്ഞു മാത്രം ചെയ്യുകയും അവൻ വിരോധിച്ചൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണല്ലോ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അത്രയും വളരെ ശുദ്ധരായ ആളുകളാണ്. പിന്നെ അവരോടെന്ത് പ്രത്യേകിച്ച് കൽപ്പിക്കാൻ? അവരോട് പ്രത്യേകിച്ച് കൽപ്പിക്കാനൊന്നുമല്ല, അവർക്കും പുണ്യനബിയുടെ അനുയായിയാണ് ഞാനെന്ന് പറയാനുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി. കാരണം പുണ്യനബി അത്ര വലിയ ഉന്നത സ്ഥാനം അലങ്കരിച്ച മഹാനാണ്. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. അപ്പൊ അവിടുത്തെയും മലക്കുകൾക്കും ഒരാഗ്രഹം, മലക്കുകളുടെ പുതിയും പുണ്യനബിയുടെ അനുയായിയാവുക എന്ന്. ആ നിലക്ക് മലക്കുകളിലേക്കും അയക്കപ്പെട്ടവരാണ്. ജിന്ന് ഇൻസ് വിഭാഗത്തിലേക്ക് മാത്രമല്ല മലക്കുകളിലേക്കും അയക്കപ്പെട്ടവരാണ്. അപ്പൊ അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി. ആരിലേക്കുള്ള ദൂതൻ? ലികാഫത്തി സഖലൈൻ. സഖൽ എന്ന് പറഞ്ഞാൽ സിഖൽ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയായിരിക്കും, ഭാരം. സഖീൽ എന്നൊക്കെ പറയും, ഭയങ്കര ഭാരമുള്ള വസ്തുവാണ്. ലികാഫത്തി സഖലൈൻ, രണ്ടു ഭാരമുള്ള വിഭാഗത്തിലേക്ക്.
ഏതാണ് ഈ ഭാരമുള്ള വിഭാഗം? അൽ ജിന്നു വൽ ഇൻസ്, ജിന്നും ഇൻസുമാണ്, മനുഷ്യരും ജിന്നുമായ രണ്ട് വിഭാഗത്തിലേക്ക്. വകദൽ മലായിക, ഇപ്രകാരം മലക്കുകളിലേക്കും നിയുക്തരാണ്. അലാമാ ഖാലഹു ജംഉ മുഹഖിഖൂൻ, സൂക്ഷ്മാലുക്കളായ വളരെ കാര്യഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച്. മുഹഖിഖ് എന്ന് പറഞ്ഞാൽ റഈസുൽ മുഹഖിഖീൻ എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കും. മുഹഖിഖ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഒരു വിഷയത്തെ സലക്ഷ്യം എന്ന് പറഞ്ഞ ലക്ഷ്യസഹിതം സമർത്ഥിക്കുന്ന ആളുകൾക്കാണ് മുഹഖിഖ് എന്ന് പറയുക. അൽ മുഹഖിഖ് എന്ന് പറയും. വ മുഹമ്മദുൻ, ഇനി അവിടെ പ്രയോഗിച്ച പ്രയോഗത്തിലുള്ള ഒരു വാക്കാണ് അലാ സയ്യിദിന മുഹമ്മദിൻ, അല്ലെ? മുഹമ്മദ്. വ മുഹമ്മദുൻ, മുഹമ്മദ് എന്ന് പറയുന്നത്, വ മുഹമ്മദുൻ, മുഹമ്മദ് എന്നത് അലമുൻ, ഒരു പേരാണ്. അലം നമ്മൾ അള്ളാന്റെ പേരാണ്. അള്ളാഹ് എന്ന് പറഞ്ഞിരുന്നു, അള്ളാഹു അലമുൻ എന്ന് പറഞ്ഞിരുന്നു. എന്നതുപോലെ അലം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഓരോ വ്യക്തിപരം ഓരോരുത്തർക്കും പേരുകളുണ്ട്. എനിക്ക് മുഹമ്മദ് അലി എന്നുണ്ട്, അബ്ദുള്ള തോട്ടക്കാടിന് അബ്ദുള്ള എന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ പേരുണ്ട്. ആ പേരുകൾക്കാണ് അലം എന്ന് പറയുക. വ മുഹമ്മദുൻ, മുഹമ്മദ് എന്നത് അലമുൻ, അതൊരു അലമാണ്, അതൊരു പേരാണ്. മങ്കൂലുൻ, പിന്നെ മുഹമ്മദ് എന്നത് നേർക്ക് നേരെ ഒരു പേരായി വെച്ചതല്ല. അറബി ഭാഷാ നിയമപ്രകാരം ഇങ്ങനെ ഒരു പഠനമുണ്ട്, അല്പം ശ്രദ്ധിക്കണം. അലം എന്ന് പറയുന്നത് ഓൾറെഡി അലമായി വെക്കപ്പെട്ടതും അല്ല, മറ്റു പല ആശയങ്ങൾക്ക് വെക്കപ്പെട്ടതാണ്, പിന്നീട് അത് അലമിനായി മാറിയതാണ്. ഇങ്ങനെ രണ്ട് അലമുകളുണ്ട്, മനസ്സിലാക്കണം. അറബിയിൽ ഓൾറെഡി അലമായി വെക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മറ്റൊരു അർത്ഥത്തിനും അത് ഉപയോഗിച്ചിട്ടില്ല. ആദ്യമേ അത് അലമാണ്. അങ്ങനെയുള്ള ശൈലിയിലുള്ള പ്രയോഗങ്ങൾക്ക് അലമ മുർത്തജിൽ എന്ന് പറയും. സുഹൃത്തുക്കൾ ഒന്ന് ശ്രദ്ധിക്കുക, മറ്റൊരു ഹെവിയായ ഒരു ഭാഷയാണ്, എന്നാലും മുർത്തജിൽ എന്ന് പറയും. ഓൾറെഡി അലമാണ്, അലമല്ലാത്ത മറ്റൊരു പ്രയോഗം ഉണ്ടായിട്ടില്ല. എന്നാൽ മുഹമ്മദ് അതേ പ്രകാരം ഓൾറെഡി മറ്റൊരു പ്രയോഗമുണ്ട്, ചില വിശേഷണങ്ങൾ സൂചിപ്പിക്കാനോ ചില അർത്ഥങ്ങൾ സൂചിപ്പിക്കാനോ ഉള്ള പദമാണ്. പക്ഷെ ഇപ്പോൾ അത് നാമമാണ്, അങ്ങനത്തെ ഇപ്പോൾ അതൊരു പേരാണ്. അതിനെക്കുറിച്ചാണ് പറയുക മങ്കൂൽ. അതാണ് ഇവിടെ കാണുന്നത്. മുഹമ്മദുൻ, മുഹമ്മദ് എന്ന പദം അലമുൻ, അത് അലമാണ്. മങ്കൂലുൻ, നീക്കം ചെയ്യപ്പെട്ട എന്ന് പറഞ്ഞാൽ മുമ്പ് മറ്റൊന്നായിരുന്നു, ഇപ്പോൾ ഇത് അലമാണ്. എവിടെ നിന്നാണ് നീക്കം ചെയ്യപ്പെട്ടത്? മിനിസ്മി മഫ്ഊലിൽ മുളഅഫി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഹമിദ എന്ന് പറഞ്ഞ ഹമിദ എന്ന പദത്തിന് തന്നെ ഹമ്മദ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഹമ്മദ. ഫഅല എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടാവും. ഫഅലയുടെ മോഡൽ ഫഅല പോലെ ഹമിദ എന്നതിനൊരു ഹമ്മദ എന്ന് പറഞ്ഞ, ഹമ്മദ എന്നത് സർഫാക്കുമ്പോ ഹമ്മദയുടെ ഇസ്മു മഫ്ഊൽ എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ നാമം. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ മൻസൂർ എന്ന് നമ്മൾ പറയും. നാസിർ എന്ന് പറഞ്ഞാൽ സഹായിച്ചവൻ. അതിന് ഇസ്മു ഫാഇൽ, പ്രവൃത്തി ചെയ്തയാളുടെ പേര്, അല്ലെ? പ്രവർത്തിച്ചവൻ. നാസിർ, സഹായിച്ചവൻ. എന്നാൽ പ്രവൃത്തി ലഭ്യമായ ആളുകൾക്ക് പറയും മൻസൂർ, സഹായിക്കപ്പെട്ടവൻ. മൻസൂർ എന്ന് പറഞ്ഞാൽ അത് ഇസ്മു മഫ്ഊൽ എന്നാണ് പറയുക. കാരണം സഹായിച്ചയാളെ അല്ല പറയുന്നത്, സഹായം ലഭ്യമായവനെയാണ് പറയുന്നത്. ഇസ്മു മഫ്ഊൽ, പ്രവർത്തിക്കപ്പെട്ടവന്റെ നാമം. അപ്പൊ നാസിർ എന്ന് പറഞ്ഞാൽ സഹായിച്ചവൻ. വാരിബ്, അടിച്ചവൻ. റാഹിബ്, പോയവൻ. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾക്കാണ് ഇസ്മു ഫാഇൽ എന്ന് പറയും. അതിന്റെ നേർ മറ്റേ പ്രയോഗം എന്ന് പറഞ്ഞാൽ സഹായത്തിന് വിധേയനായവൻ, അടികൊണ്ടവൻ. അടികൊണ്ടവന് മൽറൂബ് എന്ന് പറയും. അടികൊണ്ടവന് മൽറൂബ്, സഹായിക്കപ്പെട്ടവന് മൻസൂർ, സ്തുതിക്കപ്പെട്ടവന് മഹ്മൂദ്. ഇങ്ങനെ ആ നിലക്കുള്ള ഇസ്മു മഫ്ഊൽ. ഇസ്മു മഫ്ഊൽ എന്നാൽ കർമ്മത്തിന്റെ പ്രയോഗം. ആർക്കാണോ പ്രവൃത്തി ഏറ്റത് അയാളെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഹമ്മദ എന്ന പദത്തിന്റെ ഇസ്മു മഫ്ഊലാണ് മുഹമ്മദ്. ഇസ്മു മഫ്ഊലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഹമ്മദ യുഹമ്മിദു എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ ഒരു സർഫാക്ക എന്ന് പറഞ്ഞ പദ്ധതി നമ്മളൊക്കെ കേട്ടിരിക്കും. ഇങ്ങനെയാണ് ഹമ്മദ യുഹമ്മിദു തഹ്മീദൻ ഫഹുവ മുഹമ്മിദുൻ വഹമ്മിദ യുഹമ്മദു തഹ്മീദൻ ഫഹുവ മുഹമ്മദുൻ. ഇസ്മു മഫ്ഊൽ. അൽ മുളഅഫ്, ഐൻ ഫീൽ ഇരട്ടിക്കപ്പെട്ട, ഐൻ ഫീലിന് ശബ്ദുണ്ട്. മുഹമ്മദ് എന്നാണ്, ഹമ്മദ എന്നാണ്. അൽ മുളഅഫ്, ഐൻ ഫീൽ ഇരട്ടിപ്പിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ
രണ്ടാമത്തെ അക്ഷരം രണ്ടെണ്ണമുണ്ട്. ഹമ്മദ, മുഹമ്മദ് എന്നാണ്. മുഹമ്മദ്. അപ്പൊ മുളഅഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ പ്രതിഫലം ഇരട്ടിക്കുന്നതൊക്കെ പറയും. ളഅഫ അല്ലാഹു ഉജൂറ, അള്ളാഹു പ്രതിഫലം ഇരട്ടിച്ചു കൊടുക്കും അല്ലെ. ളിഅഫ് എന്ന് പറഞ്ഞ ഇരട്ടി എന്നാണ് അർത്ഥം. ളിഅഫ് അല്ലെ സുഹൃത്തുക്കളെ, ളിഅഫ് എന്ന് പറഞ്ഞ ഇരട്ടി. അദ്ആഫൻ മുളഅഫ എന്നൊക്കെ ഖുർആനിലൊക്കെ നമുക്ക് കാണാം. ഇരട്ടി എന്നാണ് അർത്ഥം. അപ്പൊ മുളഅഫ് എന്ന് പറഞ്ഞാൽ ഇരട്ടിക്കപ്പെട്ടത്. മുഹമ്മദ്, മുഹമ്മദിന്റെ മീമിന് ശദ്ദുണ്ട് എന്നർത്ഥം. എന്തിനാണ് മുഹമ്മദ് എന്ന പദം ഇപ്പോൾ ഒരു നാമമാണെങ്കിലും ഇപ്പോൾ ഒരു പേരാണെങ്കിലും മുമ്പ് എന്തായിരുന്നു? മറ്റൊന്നിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് എന്നല്ലേ പറഞ്ഞത് അല്ലെ? അലമ് രണ്ട് രൂപത്തിൽ. ഒന്ന് ടെക്സ്റ്റ് ചെയ്യണം സുഹൃത്തുക്കളെ, ശബ്ദം മനസ്സിലായോ നോക്കാനാണ്. അലമ് രണ്ട് രൂപത്തിൽ. ഓൾറെഡി അലമായി വെക്കപ്പെട്ടതിന് എന്താണ് പേര് പറയാ? ഓൾറെഡി പേരായി വെക്കപ്പെട്ട പേരുകൾക്ക് എന്താണ് പറയുക? ഒന്ന് പറഞ്ഞോളൂ. ടെക്സ്റ്റ് ചെയ്യാം. ഓൾറെഡി അലമായി വെക്കപ്പെട്ടതിന് മുർത്തജിൽ. അതെ, ഇസ്മ അലമുകളുടെ കൂട്ടത്തിൽ ഓൾറെഡി അലമായി വെക്കപ്പെട്ടതിന് മുർത്തജിൽ എന്ന് പറയും. അല്ലാത്തതിന് അലമല്ല, മറ്റു പല ആശയങ്ങൾക്കും വെക്കപ്പെട്ടതാണ്, ഇപ്പോൾ നാമമായി ഉദ്ദേശിക്കപ്പെടുന്നു. അതിനെന്താ പറയാ? അലമ മുർത്തജിൽ. അതെ, മങ്കൂൽ. അതെ അല്ലെ. അപ്പൊ മുർത്തജിൽ, മങ്കൂൽ. അപ്പൊ മഫ്ഊൽ മുഹമ്മദ് എന്നത് മങ്കൂലോ മുർത്തജിലോ? മുഹമ്മദ് എന്നത് മങ്കൂലോ മുർത്തജിലോ? മുഹമ്മദ് എന്നത് മങ്കൂലോ മുർത്തജിലോ? നമുക്കറിയാം, കിതാബിൽ തന്നെ നമ്മൾ ഇപ്പം കണ്ടു. മുഹമ്മദുൻ അലമുൻ മങ്കൂലുൻ അല്ലെ. നഖല് ചെയ്യപ്പെട്ട അലമാണ്, നീക്കം ചെയ്യപ്പെട്ട അലമാണ്. എന്നാൽ ഇത് മുമ്പ് എന്തിനായിരുന്നു ഈ പദം വെച്ചിരുന്നത്? മൗളൂഉൻ, വെക്കപ്പെട്ടതാകുന്നു. അബ്ദുള്ള തോട്ടക്കാട് സാഹിബ് അവിടെ ഇല്ലേ? ഒന്ന് ആ ടെക്സ്റ്റ് വേണം. ഓക്കെ, ആ ടെക്സ്റ്റ് ഒന്ന് വേണേ. മങ്കൂലുൻ, നീക്കം ചെയ്യപ്പെട്ടതാകുന്നു. മൗളൂഉൻ, അത് വെക്കപ്പെട്ടതാകുന്നു. വള എന്ന് പറഞ്ഞ വെക്കുക എന്നാണ് അർത്ഥം. വെക്കപ്പെട്ടതാകുന്നു. ഈ മുഹമ്മദ് എന്ന പദം ശരിക്കും ആർക്കുള്ളതാണ്? മുഹമ്മദ് എന്ന പദത്തിന്റെ യഥാർത്ഥ മാന, ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഒരാൾ നാസുർ എന്ന പേര് വെച്ചാൽ ഞാൻ നാസുർ ആകും. പക്ഷേ നാസുർ എന്ന പദം ആദ്യമേ ഉള്ളത് സഹായിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. അതാർക്കും പറയാം. എന്നതുപോലെ മുഹമ്മദ് എന്ന പദം ഇപ്പോൾ ഒരാളുടെ പേരാണ്, പലരുടെയും പേരാണ്. വിശിഷ്യ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമാണ്. എന്നാൽ ഇത് ആദ്യമേ ഏതൊരർത്ഥത്തിൽ വെക്കപ്പെട്ടതാണ്? മൗളൂഉൻ, വെക്കപ്പെട്ടതാകുന്നു. ലിമൻ കസുറത് ഖിസാലുഹുൽ ഹമീദ, സ്തുത്യർഹമായ കാര്യങ്ങൾ അധികരിച്ച ഒരാൾക്ക്. ആർക്കാണ് മുഹമ്മദ് എന്ന് പറയാ? സ്തുത്യർഹമായ കാര്യങ്ങൾ അധികരിച്ച ഒരാൾക്ക്. നല്ലോണം അവൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ അധികവും എന്ന് വേണ്ട എല്ലാം സ്തുത്യർഹമായിരിക്കും, സ്തുതിക്കപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് മുഹമ്മദ് എന്ന് പറയുക, സ്തുതിക്കപ്പെടുന്നവൻ. മുഹമ്മദ് എന്ന പദത്തിന്റെ മലയാള അർത്ഥം സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ്, അല്ലെങ്കിൽ സ്തുത്യർഹമായ കാര്യങ്ങൾ ധാരാളം ചെയ്യുന്നവൻ എന്നാണ്. അപ്പൊ മുഹമ്മദ് എന്ന പദം ആ ഒരർത്ഥത്തിലാണ് കടന്നു വരുന്നത്. മുഹമ്മദ് എന്ന പദം വെക്കപ്പെട്ടിരിക്കുന്നത് ലിമൻ കസുറത്ത് ഖിസാലുഹുൽ ഹമീദ, സ്തുത്യർഹമായ കാര്യങ്ങൾ ധാരാളം ചെയ്യുന്നവന് വെക്കപ്പെട്ടതാകുന്നു. അപ്പൊ എന്തായി? പുണ്യനബിയുടെ പേരിന്റെ ഭാഷാർത്ഥം ഇങ്ങനെയാണ്. എന്ത്? സ്തുത്യർഹമായ കാര്യങ്ങൾ ചെയ്യുന്നവർ. അതുകൊണ്ടാണ് മുഹമ്മദ് എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ വെക്കും സ്തുതിക്കപ്പെട്ടവൻ. അപ്പോ ചിലരെങ്കിലും പറയാറുണ്ട്, സ്തുതിക്കപ്പെടേണ്ട ആളെ എങ്ങനെ സ്തുതിക്കപ്പെടാതിരിക്കും? ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ മുഹമ്മദ് എന്ന് പേര് വെച്ചപ്പോ അഖീഖയുടെ ദിവസം മാ സമ്മൈത ബിനക്, അങ്ങയുടെ കുട്ടിക്ക് എന്തു പേര് വെച്ചു എന്ന് ചോദിച്ചപ്പോ സമ്മൈതു ബിനി മുഹമ്മദ, എന്റെ മോന് ഞാൻ മുഹമ്മദ് എന്ന് പേര് വെച്ചിരിക്കുന്നു എന്നും. അപ്പോൾ അവർ ചോദിച്ചു, കാലു റഗിബ്ത അൻ അസ്മാഇ ആബാഇക്, അല്ല അബ്ദുൽ മുത്തലിബെ, അങ്ങയുടെ പൂർവീകരുടായ പിതാക്കളുടെ നാമത്തെ വിട്ട് അങ്ങ് മാറി ചിന്തിച്ചതെന്തേ? അവർ പൊതുവെ ഇടുന്ന പേര് ഇതുപോലുള്ള ഹാഷിം, മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് തുടങ്ങിയുള്ള നാമങ്ങളാണ്. എന്റെ ഒരു പുതിയ പേര് മുഹമ്മദ്. അപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്രേ, റഗിബ്തു അൻ യഹ്മദഹു മൻ അലൽ ഗബ്റാ, എല്ലാവരാലും പ്രകീർത്തനാവാൻ, സ്തുതിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. ഏതായാലും ആ ഒരർത്ഥത്തിൽ മുഹമ്മദ് എന്ന പദത്തിന്റെ എല്ലാ അർത്ഥവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. എല്ലാ അർത്ഥത്തിലും സ്തുത്യർഹനാണ്. എല്ലാ കാര്യങ്ങളും സ്തുതിക്കപ്പെടേണ്ടത് മാത്രം, അല്ലാത്തൊന്നുമില്ല.
ഫഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. അപ്പോൾ മുഹമ്മദ് എന്ന പദത്തിന്റെ ഭാഷാപരമായ ഒരു ചർച്ചയാണ് നമ്മൾ ഇത്ര നേരവും കേട്ടത്, അല്ലെ? മുഹമ്മദ് എന്ന പദത്തിന്റെ ഭാഷാപരമായ ഒരു ചർച്ച. അത് അലമാണ്, അലമിന്റെ കൂട്ടത്തിൽ തന്നെ മങ്കൂലാണ്, മുർത്തജിലല്ല. അപ്രകാരം മുർത്തജിലല്ല, മങ്കൂലാണ്. മങ്കൂലായത് എവിടെ നിന്നാണ് നീക്കം ചെയ്യപ്പെട്ടത്? ഹമ്മദ എന്ന ഫീലിന്റെ മുഹമ്മദ് എന്ന ഇസ്മു മഫ്ഊലിൽ നിന്നാണ്. ഇസ്മു മഫ്ഊൽ എന്ന് പറഞ്ഞാൽ കർമ്മം നടത്തപ്പെട്ടവന്റെ പേര്, പ്രവൃത്തി ലഭ്യമായ ആളുടെ പേര്. നാസിർ, മൻസൂർ. നാസിർ എന്ന് പറഞ്ഞാൽ സഹായിച്ചവൻ, ഇസ്മു ഫാഇൽ, പ്രവൃത്തി ചെയ്തയാൾ. മൻസൂർ സഹായിക്കപ്പെട്ടയാൾ, പ്രവൃത്തി കൊണ്ടയാൾ. ലാരിബ് അടിച്ചവൻ, പ്രവൃത്തി ചെയ്തയാൾ, ഇസ്മു ഫാഇൽ. മദറൂബ് അടിക്കൊണ്ടയാൾ, അടിക്കപ്പെട്ടവൻ. എന്നതുപോലെ മുഹമ്മദ് സ്തുതിക്കപ്പെടുന്നവൻ എന്നർത്ഥമുള്ള പദത്തിൽ നിന്നാണ് ഈ മുഹമ്മദ് എന്ന നാമം കടന്നു വന്നിരിക്കുന്നത്. ഇനിയോ സുമ്മിയ ബിഹി നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മിയ ബിഹി, ഈ മുഹമ്മദ് എന്ന പേര് കൊണ്ട് പേര് വെക്കപ്പെട്ടു. സുമ്മിയ ബിഹി, മുഹമ്മദ് എന്ന നാമം കൊണ്ട് പേര് വെക്കപ്പെട്ടു. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ബിഇൽഹാമിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള തോന്നിപ്പിക്കൽ മുഖേനെ. ഇൽഹാം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഇൽഹാം എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണല്ലേ. തോന്നിപ്പിക്കാനാണ് അർത്ഥം. മനസ്സിലേക്ക് അള്ളാഹു ഇട്ടുതരിക. അള്ളാഹു മനസ്സിലേക്ക് ഇട്ടുതരുന്നതിനാണ് ഇൽഹാം എന്ന് പറയുക. പലപ്പോഴും വളരെ നല്ല ആളുകൾക്ക് മാത്രം അള്ളാഹു ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇൽഹാം എന്ന് പറയുന്നത്. അപ്പം ഇൽഹാമ കൊണ്ടാണ് മഹാൻ അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ഇൽഹാമ കൊണ്ടാണ് ഈ പേരിട്ടിരിക്കുന്നത്. ഇൽഹാം, അല്ലെ? സുമ്മിയ ബിഹി നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ മുഹമ്മദ് എന്ന പേര് നൽകപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിൽ നിന്നുള്ള തോന്നിപ്പിക്കൽ കൊണ്ട്. ലിജദ്ദിഹി, തന്റെ പ്രപിതാവിന്, തന്റെ ഉപ്പാപ്പക്ക്. ആരാണ് ഉപ്പാപ്പ? അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബാകുന്ന തന്റെ ഉപ്പാപ്പക്ക് തോന്നിപ്പിച്ചു. അബ്ദുൽ മുത്തലിബാണല്ലോ അന്ന് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കാരണം തന്റെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മുമ്പേ വഫാത്തായി പോയിരുന്നു. താൻ പുണ്യനബിക്ക് 2-3 മാസമുള്ള ടൈമിൽ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് ഈ ലോകാവാസം വെടിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പാപ്പയുടെ നിയന്ത്രണത്തിലും തർബിയത്തിലുമാണ് കുട്ടി വളർന്നത്. അപ്പൊ കുട്ടിക്ക് പേരിട്ടതും കുട്ടിയുടെ പരിപാലനങ്ങളൊക്കെ നടത്തിയിരുന്നത് അബ്ദുൽ മുത്തലിബായിരുന്നു. അതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബാണ് പേരിട്ടതും അബ്ദുൽ മുത്തലിബിനാണ് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തതും. അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് വരാൻ സാധ്യതയില്ല. മുഹമ്മദ് എന്ന പേരിന് ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ട്, അല്ലെ? ഇപ്പൊ കൂടുതലും കുട്ടികൾക്കൊക്കെ പലപ്പോഴും മുഹമ്മദ് എന്ന പേരുകൾ ധാരാളമായി വർദ്ധിക്കുന്നുണ്ട്. എന്നാലും മുഹമ്മദിന്റെ കൂടെ എന്തെങ്കിലും വേണമെന്നൊക്കെ ഒരു അഭിപ്രായം കുഴപ്പമില്ല. എന്നാലും മുഹമ്മദ് പേരാണെന്ന് പറയുന്ന രൂപത്തിൽ കൊണ്ടുവരണം, അല്ലെ? ഒരുപാട് ഹദീസുകൾ മുഹമ്മദ് എന്ന പേരിടുന്നതിനെ കുറിച്ചുണ്ടെന്നും ബഹുമാനപ്പെട്ട ഇആനത്തുൽ ത്വാലിബീനിൽ സയ്യിദ് ബക്രി എന്നവർ പറഞ്ഞത് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിലും അക്കൂട്ടത്തിൽ വന്ന ഹദീസുകളിൽ ഏറ്റവും പ്രബലമായത്, ഏറ്റവും യോഗ്യമായി തോന്നുന്നത് മൻ വുലിദ ലഹു മൗലൂദുൻ, ഒരാൾക്കൊരു കുഞ്ഞ് ജനിക്കുകയും ഫസമ്മാഹു മുഹമ്മദൻ, അവൻ മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ഹുബ്ബൻ ലി, എന്നോട് സ്നേഹിച്ച്, എന്നെ സ്നേഹിച്ച്, എന്റെ സ്നേഹ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട എന്റെ പ്രേമവാചനം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുഹമ്മദ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ മുഹമ്മദ് എന്നിടണമെന്നൊരാൾ സ്നേഹിച്ച്. കാരണം അങ്ങനെയാ നമ്മുടെ കുട്ടികൾക്ക് ചില പേരൊക്കെ, പുതിയ പേരൊക്കെ കേൾക്കുമ്പോൾ പഴയ ചില കളിക്കാരെ പേരൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കടന്നു വന്നിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ചില സിനിമാ നടന്മാരുടെ പേര് പോലും ഇടാൻ മടി കാണിക്കാത്തവരുണ്ട്. അപ്പോ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നു പുണ്യ നബിയെ സ്നേഹിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ സ്നേഹിക്കുന്നു പറയാനേ നമുക്കൊക്കെ കഴിയുന്നുള്ളൂ. അള്ളാഹു പുണ്യ നബി അങ്ങേയറ്റം സ്നേഹിക്കുന്നവരെ നമ്മളെയൊക്കെ പെടുത്തുമാറാവട്ടെ. അപ്പൊ അങ്ങനെ ബഹുമാനപ്പെട്ടവര് പറയാണ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ വുലിദ ലഹു മൗലൂദ്, ഒരാൾക്കൊരു കുഞ്ഞ് ജനിക്കുകയും ഫസമ്മാഹു മുഹമ്മദ, ആ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിട്ടാൽ ഹുബ്ബൻ ലീ, എന്നോടുള്ള സ്നേഹം കാരണം, വതബറുകം ബിസ്മി, എന്റെ ഇസ്മ കൊണ്ട് ബർക്കത്ത് കിട്ടാനും വേണ്ടി ഒരാളങ്ങനെ പേരിട്ടാൽ കാന ഹുവ വ മൗലൂദുഹു ഫിൽ ജന്ന, ആ പേരിട്ടവനും ആ കുട്ടിയും സ്വർഗത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
മുഹമ്മദ് എന്ന പേരിന് വലിയ പ്രാധാന്യമുണ്ട്. എന്തായാലും റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. മുഹമ്മദ് എന്ന പേര് വലിയ സ്ഥാനമുണ്ട്. എല്ലാ കുട്ടിക്കും മുഹമ്മദ് ഇടാൻ കഴിയില്ല. ഒരു കുട്ടിക്കെങ്കിലും മുഹമ്മദ് എന്ന പേരിടാൻ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളും നമ്മുടെ മക്കൾക്കൊക്കെ മുഹമ്മദ് വേണം. പഴയ ചില ഇമാമുകളുടെയൊക്കെ ചരിത്രം നോക്കുമ്പോൾ പലരുടെയും പേര് മുഹമ്മദാണ്. നമ്മളറിയാത്ത പല മഹാന്മാരുടെയും പേര് മുഹമ്മദാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇദ്രീസുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ പേര് മുഹമ്മദാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലിയുടെ പേര് മുഹമ്മദാണ്. ഇങ്ങനെ പലരുടെയും പേര് മുഹമ്മദ് എന്ന് കാണാം. അറിയപ്പെടുമ്പോൾ ചിലപ്പോ പേരുകൾ മാറ്റിയിട്ടുണ്ടാവാം. മുഹമ്മദ് നല്ലൊരു നാമമാണ്. ആ നാമത്തിന് വലിയ സ്ഥാനമാനമുണ്ട്. അത് അതിൻ്റെതായ ലെവലിൽ തന്നെ മുഹമ്മദ് ഇട്ടിട്ട് മുഹമ്മദ് എന്നൊക്കെ വിളിക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം. മുഹമ്മദ് എന്ന് തന്നെ കഴിവതും വിളിക്കാൻ ശ്രമിക്കുക. മുഹമ്മദ് എന്ന് തന്നെ വിളിക്കാൻ ശ്രമിക്കുക. കാരണം അത് നമ്മുടെ പുണ്യ നബിയുടെ പേരാണ്. ആ പേര് അലങ്കോലപ്പെടരുത്. ആ പേര് അലങ്കോലപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ ഭാഗത്ത് എപ്പോഴും ആ നേതാവിന്റെ പേരിന് വലിയൊരു ആദരവും വലിയ ബഹുമാനവും നമ്മൾ കാണണം. വലിയ സ്ഥാനമാനങ്ങളോട് തന്നെ നമ്മൾ നിലനിർത്തണം. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത്, ഈ പേര് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിട്ടത് അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പ് മുഖേനയാണ്. ലിജദ്ദിഹി, ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്ന തന്റെ ഉപ്പാപ്പയോടുള്ള അറിയിപ്പ് മുഖേനെ. വർ റസൂലു, ഇനി അവിടെ പ്രയോഗിച്ച മറ്റൊരു പ്രയോഗമാണ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റസൂലില്ലാഹ്. അല്ലെ, ഇതാണ് മത്നിൽ പറഞ്ഞ വിവരം. അല്ലെ, മത്നിന്റെ പേര് സുഹൃത്തുക്കൾ മറന്നിട്ടില്ലല്ലോ. ഒന്ന് മത്നിന്റെ പേരൊന്ന് എഴുതിയാട്ടെ സുഹൃത്തുക്കളെ. നമ്മൾ ഓതുന്ന രണ്ട് ഗ്രന്ഥം, ഒരു ഗ്രന്ഥവും അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥവും, രണ്ടിന്റെയും രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുമാണ്. എങ്കിൽ മത്നിന്റെ പേര് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ വരുന്നതിന്റെ പേര്, ഇപ്പൊ ഇവിടെ കാണുന്നതിൽ വഅല ആലിഹിക്ക് ബ്രാക്കറ്റ് കാണുന്നുണ്ട്. അതിന്റെ പേരെന്താണെന്നൊന്നും ഇത് മറന്നുപോയിട്ടുണ്ട്. ഒരാഴ്ചയോളം ഏകദേശം 4-5 ദിവസമായി പറഞ്ഞിട്ട്. ഓർമ്മയുണ്ടോ നോക്കണല്ലോ സുഹൃത്തുക്കളൊന്ന് ടെക്സ്റ്റ് ചെയ്യുക. ഉസ്താദന്മാരടിക്കണ്ട, സാധാരണക്കാരായ സുഹൃത്തുക്കൾ അടിച്ചാൽ മതി. മത്തിനിന്റെ പേര് സമ്മൈത്തുഹു ബിഖുറത്തിൽ ഐൻ ബിമുഹിമ്മാത്തിദ്ദീൻ എന്ന് ബഹുമാനപ്പെട്ടവർ സമ്മൈത്തുഹു ബിഖുറത്തിൽ ഐൻ ബിമുഹിമ്മാത്തിദ്ദീൻ എന്നാണല്ലോ പേര്. മത്തിന്റെ പേര് ഖുറത്തുൽ ഐൻ അല്ലെ, ഖുറത്തുൽ ഐൻ, ഐനൈൻ അല്ല, നസീം സ്വബാഹ് ഖുറത്തുൽ ഐനൈൻ അല്ല, ഖുറത്തുൽ ഐൻ. അതെ ഖുറത്തുൽ ഐൻ ബിമുഹിമ്മാത്തിദ്ദീൻ അല്ലെ, ഖുറത്തുൽ ഐൻ ബിമുഹിമ്മാത്തിദ്ദീൻ, ദീനിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് കൺകുളിർക്കുക അല്ലെ, ഖുറത്തുൽ ഐൻ. അള്ളാഹു കുളിർമ തരട്ടെ നമുക്കൊക്കെയും, കൺകുളിർക്കുക അല്ലെ. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത്, അങ്ങനെ മൂലഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ എന്നാണ്. എന്താണ് റസൂൽ? അപ്പൊ മുഹമ്മദ് എന്ന പദത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അല്ലെ. മുഹമ്മദ് എന്ന പദത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ മൂലഗ്രന്ഥമായ ഖുറത്തുൽ ഐനിൽ വന്ന അടുത്ത പ്രയോഗം റസൂലില്ല എന്നാണ്. അപ്പോൾ എന്താണ് റസൂൽ എന്ന് തീരുമാനിക്കണം അല്ലെ. അപ്പൊ അതിനെ കുറിച്ചാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നു, വർ റസൂലു. സുഹൃത്തുക്കൾ, ആ ഭാഗം മാത്രം ഒന്ന് പേസ്റ്റ് ചെയ്യാൻ, വളരെ അത്യാവശ്യമുള്ള ഭാഗം മാത്രം. ഒരുപാട് ഒന്നിച്ച് പേസ്റ്റ് ചെയ്താൽ തിരിയാൻ പ്രയാസമായിരിക്കൂലെ. വർ റസൂലു, റസൂല് എന്ന പദം അല്ലെ. എന്താ ഈ റസൂൽ എന്ന് പറഞ്ഞാൽ? മിനൽ ബശരി. റസൂൽ എന്ന പദത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, കാരണം ദൂതൻ എന്നാണ്. അർസല, നമ്മളൊക്കെ എപ്പോഴും പറയാം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. വമാ അർസൽനാക, നബിയെ അങ്ങയെ നാം അയച്ചിട്ടില്ല. അപ്പൊ റസൂൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടയാള് ദൂതൻ. വർ റസൂലു മിനൽ ബശരി, മനുഷ്യന്മാരിൽ നിന്ന് റസൂൽ എന്ന് പറഞ്ഞാൽ മലക്കുകളിൽ റസൂൽ ഉണ്ടാവാം, അത് മറ്റൊരു വിഷയം. മനുഷ്യന്മാരിൽ നിന്ന് റസൂൽ എന്ന് പറയുന്നത് ദക്കറുൻ, അത് ആണാണ്, പെണ്ണല്ല. ഒരൊറ്റ നബിമാരും ഒരൊറ്റ മുർസലും പെണ്ണില്ല, ആണ് മാത്രമേ ഉള്ളൂ. ആണും പെണ്ണും ഒരുപോലെയാണെന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും ആൺ പെൺ വ്യതിയാനം കാണാത്ത ആളുകൾക്ക് പരിശുദ്ധന അള്ളാഹുവിന്റെ ഈ പ്രവൃത്തിയിലും വ്യതിയാനം കാണേണ്ടി വരും. ആണും പെണ്ണും ഒന്നല്ല. ആണിന് അവന്റെ ഇടം, പെണ്ണിന് അവളുടെ ഇടം, രണ്ടുപേരും ഒന്നാണെന്ന് പറയുന്നത് ഒരർത്ഥത്തിലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരർത്ഥത്തിലും
പൂർണ്ണമായ സംവരണം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാവതേ അല്ല. വർ-റസൂലു മിനൽ ബശർ, മനുഷ്യരിൽ നിന്നുള്ള റസൂൽ എന്ന് പറയുന്നത് ദക്കറുൻ, അതൊരു പുരുഷനാണ്, ഹുർറുൻ, സ്വതന്ത്രനുമാണ്. അടിമ പ്രവാചകനായി വരില്ല. കാരണം അടിമ പ്രവാചകനായി വന്നാൽ അടിമക്ക് ഉടമയുടെ കടമകൾ പൂർണ്ണമായി നിർവഹിക്കാൻ പ്രയാസം. ദക്കറുൻ ഹുർറുൻ, സ്വതന്ത്രനായ അടിമ, സ്വതന്ത്രനായ പുരുഷൻ. ദക്കറുൻ, ഒരു പുരുഷനാണ്. ഹുർറുൻ, സ്വതന്ത്രനായ. ഹുർ എന്ന് പറഞ്ഞ സ്വതന്ത്രം, ഹിദ്ദിയത്ത്, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാം. ഹിദ്ദിയ അല്ലെങ്കിൽ ഇസ്തിഖ്ലാലിയ എന്നൊക്കെ പറയാം. ദക്കറുൻ ഹുർറുൻ, സ്വതന്ത്രനായ പുരുഷനാണ്. പോരാ, ഊഹിയ ഇലൈഹി, അവനിലേക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു, വഹി നൽകപ്പെട്ടിരിക്കുന്നു. ഊഹിയ ഇലൈഹി, അവനിലേക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്നു, ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യബോധനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുമുള്ള കൽപ്പന, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പ്, അല്ലെ ദിവ്യബോധനം. അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്നു. ബിശറഇൻ, ഒരു നിയമസംഹിത കൊണ്ട്. ബിശറഇൻ, ഒരു നിയമസംഹിത കൊണ്ട് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. വ ഉമിറ, അത് അവനോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബിതബ്ലീഗിഹി, അത് പ്രചരിപ്പിക്കൽ കൊണ്ട്, അത് പ്രബോധനം നടത്തൽ കൊണ്ട്. അവരാണ് റസൂൽ. എങ്ങനെ? ഒരു നിയമസംഹിത കൊണ്ട് ദിവ്യബോധനം നൽകപ്പെടുകയും അതോടൊപ്പം അത് പ്രചരിപ്പിക്കാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്ത ആൾക്കാണ് റസൂൽ എന്ന് പറയുക. മലയാള ഭാഷയിൽ നമുക്ക് നബി എന്ന പദത്തിന് പ്രവാചകനെന്നും റസൂൽ എന്ന പദത്തിന് പ്രവാചക, അള്ളാഹുവിന്റെ ദൈവദൂതൻ എന്നും നമ്മൾ അർത്ഥം വെക്കും. എത്ര കണ്ട് ശരിയാണെന്നറിയില്ല, എന്നാലും ഒപ്പിക്കാം. വർ റസൂൽ, ദൈവദൂതൻ. നബി, പ്രവാചകൻ നമ്മൾ മലയാളത്തിൽ വെക്കുമ്പോൾ അങ്ങനെയൊക്കെ വരിക. ഒരുപാട് ചില മിസ്റ്റേക്കുകളൊക്കെ മലയാളത്തിലെ ഈ മലയാളീകരിക്കലിൽ പ്രയാസമുണ്ട്. എന്നാൽ പോലും വർ റസൂലു മിനൽ ബശർ, മനുഷ്യന്മാരിൽ നിന്നുള്ള റസൂൽ എന്ന് പറയുന്നത് ദക്കറുൻ, ഒരു പുരുഷനാണ്. ഹുർറുൻ, സ്വതന്ത്രനായ പുരുഷൻ. പോരാ, ഊഹിയ ഇലൈഹി, അവനിലേക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. അത് മലക്കുകൾ മുഖേനയാവാം, സ്വപ്നദർശനം മുഖേനയാവാം. അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യബോധനം ലഭിച്ചിരിക്കുന്നു. ബിശറൈൻ, ഒരു നിയമസംഹിത കൊണ്ട്. വ ഉമിറ ബിതബ്ലീഗിഹി, അത് കൽപ്പിക്കൽ കൊണ്ട് കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാണ് റസൂൽ എന്ന് പറയുക. വ ഇല്ലം യകുൽ ലഹു കിതാബുൻ വലാ നസ്ഖുൻ, അങ്ങനെയുള്ള ഒരു പ്രവാചകന് കിതാബ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഗ്രന്ഥം ഉണ്ടാവണമെന്നില്ല. എന്ന് മാത്രമല്ല, മുർസലീങ്ങളിൽ 4 പേർക്ക് മാത്രമേ ഗ്രന്ഥം ലഭിച്ചിട്ടുള്ളൂ. വ ഇല്ലം യകുൽ ലഹു കിതാബുൻ, അദ്ദേഹത്തിനൊരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ലെങ്കിലും ശരി, ഒരു കിതാബ് വേണമെന്നില്ല. കിതാബുള്ള പ്രവാചകൻ മാത്രമാണ് റസൂൽ എന്ന് കരുതരുത്. വ ഇല്ലം യകുൽ ലഹു കിതാബുൻ, അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ലെങ്കിലും വലാ നസ്ഖുൻ, മുൻകഴിഞ്ഞ പ്രവാചകന്റെ ചില നിയമങ്ങളെ ദുർബലപ്പെടുത്തിയിട്ടില്ലെങ്കിലും ശരി. വലാ നസ്ഖുൻ, മുൻകഴിഞ്ഞ കൊണ്ടുവന്ന പ്രവാചകൻ കൊണ്ടുവന്ന ചിലതിനെ ദുർബലപ്പെടുത്തണമെന്നുമില്ല. മുൻകഴിഞ്ഞ പ്രവാചകൻ കൊണ്ടുവന്ന അത് തന്നെ വേണമെങ്കിൽ പ്രബോധനം നടത്താം, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചില പ്രവാചകന്മാരുടെ നിയമസംഹിതകളെ മറ്റു ചില പ്രവാചകന്മാർ വരുമ്പോൾ അത് ദുർബലപ്പെടുത്തും. അതായത് നമുക്കൊക്കെയും വസ്ത്രത്തിൽ നജസായാൽ വേണമെങ്കിൽ കഴുകിയിട്ട് വൃത്തിയാക്കാം, എന്നാൽ പൂർവ്വകാലത്ത് കഴുകാൻ പറ്റില്ലായിരുന്നു, അത് കീറി മുറിക്കണമായിരുന്നു. ഇങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രവാചകന് ശേഷം മറ്റൊരു പ്രവാചകൻ നിയമം ദുർബലപ്പെടുത്തണമെന്നില്ല, ദുർബലപ്പെടുത്താൻ അള്ളാഹുവിന്റെ ഓർഡർ വരണമെന്നുമില്ല. ഒരു കിതാബുമില്ല, ദുർബലപ്പെടുത്തലുമില്ല. എങ്കിൽ പോലും ഈ പറഞ്ഞ നിയമമുണ്ടെങ്കിൽ ശറഅ് കൊണ്ട് വഹീ കിട്ടുകയും അത് പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തോ എങ്കിൽ അയാൾ റസൂലാണ്. യൂഷ അലൈഹിസ്സലാം, യൂഷ നബിക്ക് കിതാബുമില്ല, നസ്ഖുമില്ല. മനസ്സിലായിരിക്കും. അപ്പം റസൂൽ എന്ന് പറഞ്ഞാൽ കിതാബും നസ്ഖും ഒന്നും ഉണ്ടാവണമെന്നില്ല. നസ്ഖ് എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ തിരിഞ്ഞിരിക്കും അല്ലെ. നസഹ എന്ന് പറഞ്ഞ ദുർബലപ്പെടുത്തുക എന്നാണ്. ദുർബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മുൻകാലത്തുള്ള ഒരു പ്രവാചകന്റെ ചില നിയമസംഹിതകൾക്ക് മാറ്റം വരുത്തി പുതിയൊരു നിയമം കൊണ്ടുവരിക. അങ്ങനെ വേണമെന്നില്ല. മറിച്ച് ശറഅ് കൊണ്ട് കൽപ്പിക്കപ്പെടുകയും അത് പ്രബോധനം ചെയ്യാൻ, ശറഅ് കൊണ്ട് ദിവ്യബോധനം കിട്ടുകയും അത് പ്രബോധനം ചെയ്യാൻ കൽപ്പനയുണ്ടായാൽ അദ്ദേഹം റസൂലാണ്. യൂഷ അലൈഹിസ്സലാം, യൂഷ നബി, യൂഷ അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രത്യേകം ശറഅൊന്നുമില്ല, അദ്ദേഹത്തിന് കിതാബും കിട്ടിയില്ല, നസ്ഖും കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേ അത് കൽപ്പിക്കാൻ, അത് സമൂഹത്തിലേക്ക് പ്രചരണം നടത്താൻ കൽപ്പനയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മഹാനുഭാവനും
റസൂലാണ്. മാത്രമല്ല ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്നുണ്ട് വിഷയം. അപ്പൊ റസൂലും നബിയും തമ്മിലുള്ള എന്താണ് വ്യത്യാസം, അത് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ പറയുന്ന മറ്റൊരു പ്രയോഗമാണ് നബി. ചിലപ്പോൾ നമ്മൾ നബി എന്ന് പറയും, ചിലപ്പോൾ റസൂൽ എന്ന് പറയും. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും, ചിലപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. ഏതാണ് വലിയ പദം, ഏതാണ് വലിയ ആശയത്തെ ഉൾക്കൊള്ളിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദി മഖ്ദൂം റളിയല്ലാഹു അൻഹു ചെറിയ ഇബാറത്തിലൂടെ വളരെ ഗഹനമായിട്ട് തന്നെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഫഇല്ലം യുമർ ബിത്തബ്ലീഗി, പ്രബോധനം ചെയ്യാൻ കൽപ്പനയില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ദിവ്യബോധനൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് സമൂഹത്തോട് പ്രചരിപ്പിക്കാൻ പ്രത്യേകമായി ഓർഡർ ഇല്ല എങ്കിൽ ഫഇല്ലം യുമർ ബിത്തബ്ലീഗി, പ്രബോധനം നിർവഹിക്കൽ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഫനബിയുൻ, അദ്ദേഹം നബിയാണ്. അപ്പം തമ്മിലുള്ള വ്യത്യാസം, ഒരു നിയമസംഹിത ലഭിച്ചു അല്ലെങ്കിൽ ഒരു ദിവ്യബോധനം ലഭിച്ചു, അത് പ്രബോധനം നടത്താൻ കൽപ്പിക്കപ്പെട്ടുവെങ്കിൽ അദ്ദേഹം റസൂല് എന്ന പദത്തിലേക്ക് ഉയരുന്നു, പദവിയിലേക്ക് ഉയരുന്നു. അല്ലെങ്കിൽ നബി എന്ന പദവിയാണ് അദ്ദേഹത്തിനുള്ളത്. റസൂലാവണമെങ്കിൽ പ്രബോധനം നിർവഹിക്കാൻ കൽപ്പിക്കപ്പെടണം, നബിയാവണമെങ്കിൽ പ്രബോധനം കൽപ്പിക്കപ്പെടേണ്ടതില്ല. പിന്നെ ദിവ്യബോധനം കിട്ടിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഒരുപാട് ചർച്ചകൾ, എത്ര പ്രവാചകന്മാർ, എത്ര റസൂല്, ആരാണുന്നതൻ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്നുണ്ട്. ഏതായാലും സമയം ഏകദേശം 6:15 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് വറസൂലു അഫ്ളലു മിനൻ നബിയ്യി ഇജ്മാഅ എന്ന അവിടുന്ന് മുതൽ അടുത്ത ക്ലാസ്സിലാവാം. കൃത്യമായി മനസ്സിലാക്കണം എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ വളരെ വിനയബുദ്ധിയ ഓർമ്മപ്പെടുത്തുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പെട്ടെന്ന് മൈക്കിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മൈക്കിലേക്ക് വരിക. അല്ലെ ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരൊക്കെ സൂചിപ്പിച്ചതുപോലെ കഴിവതും നമുക്ക്, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ സുഹൃത്തുക്കൾക്ക്, കിതാബൊന്നും ഓതാത്ത സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടോ, ചിലപ്പോൾ ഒന്നുകൂടി സ്പീഡ് കൂടിയെന്നോ അല്ലെങ്കിൽ ചില അറബി കടന്നു വരുന്നെന്നോ, മുമ്പ് ഒരു കൂടുതൽ കിതാബുകളൊക്കെ ഇങ്ങനെ ദർസെടുത്ത പഴയ ഒരു ഉസ്താദ് സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കാൻ പോയപ്പോ സ്ത്രീകൾ പരാതി എഴുതി കൊടുത്തത്രേ, ഉസ്താദിന്റെ പദത്തിൽ പലപ്പോഴും അറബി കടന്നു വരുന്നതുകൊണ്ട് നമുക്ക് തിരിയുന്നില്ല എന്ന്. അപ്പൊ ഉസ്താദ് മറുപടി പറഞ്ഞ്, എന്റെ നിസായിങ്ങളെ, എന്റെ ലിസാനുമ്മൽ അറബി ജാരിയാകാണ്. തിരിഞ്ഞോന്നറിയില്ല. എന്റെ നിസായിങ്ങളെ, എന്റെ ലിസാനുമ്മൽ അറബി ജാരിയാകാണ്. അതും പെണ്ണുങ്ങൾക്ക് തിരിഞ്ഞില്ല, സാധാരണക്കാർക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല. എന്റെ നാവുമ്മല് അറബി വല്ലാതെ കടന്നു വരികയാണ് എന്ന് പറഞ്ഞത്. ഒരു പക്ഷേ ഒന്നാമത് നമ്മൾ പരസ്പരം കണ്ടിട്ടുള്ള ക്ലാസ് അല്ല, എങ്ങനെ നിങ്ങൾ ശ്രമിക്കുന്നു ഒന്നും എനിക്ക് ബോധ്യമില്ല. ഏതായാലും ഒന്ന് കഴിവതും നമുക്ക് മനസ്സിലാവണം, നമുക്കിത് ഉപകാരപ്പെടണം എന്ന നിലക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ് നടത്തുന്നത്. എന്ത് പ്രയാസവും പ്രതിസന്ധി ഒക്കെ പലപ്പോഴും സഹിച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോരുത്തരും വ്യത്യസ്ത രൂപത്തിൽ കേൾക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടണം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ പറഞ്ഞ പോലെ സയ്യിദി മഖ്ദൂം റളിയല്ലാഹുവിന്റെ ഒരു പ്രാർത്ഥനയാണ്, ഇതെല്ലാവർക്കും ഉപകാരപ്പെടണം. ആ ഉപകാരപ്പെടണം എന്ന പ്രാർത്ഥനയുടെ കബൂലിയത്തും നമ്മളിലൂടെയും നടക്കുന്നതാവാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം, അല്ലെങ്കിൽ ഞാൻ വിരമിക്കുകയാണ്.